മുളയെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത്. മുള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ സസ്യവർഗത്തിൽ പെട്ട വലിയൊരു സസ്യമാണ് ഈ മുള എന്ന് പറയുന്നത്. വളരെ പ്രാചീന കാലം മുതൽ തന്നെ ഈ മുള ഉണ്ട്. ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന മുള്ളുള്ള മുളയാണ്. മുള തന്നെ പല വിധമുണ്ട്. മുളയെ രണ്ടായി വിഭജിക്കാം. ഒന്ന് അലങ്കാരത്തിന് ഉപയോഗിക്കുന്നവ, ഒന്ന് വിപണന സാധ്യത മുൻനിർത്തിയുള്ള മുളകൾ. നമ്മൾ അലങ്കാരത്തിന് ഉപയോഗിക്കുന്ന മുളകൾ അലങ്കാരത്തിന് മാത്രമേ പറ്റുകയുള്ളൂ, പക്ഷേ വിപണ സാധ്യതയില്ല. പക്ഷേ നമ്മുടെ വിപണ സാധ്യതയുള്ള നല്ല വില കിട്ടുന്ന മുളകൾ 50 പരം മുളകളുണ്ട്. അതിൽ തന്നെ മുള്ള് ഇല്ലാത്ത മുളകൾ വരെയുണ്ട്. വലിയ തെങ്ങിൻ്റെ അത്ര തടി പോലെയുള്ള മുളകൾ വരെ ഈ ലോകത്തുണ്ട്. മുളക്ക് തന്നെ നമ്മുടെ ഗവൺമെൻറ്റിൽ ഒരു കാർഷിക സർവകലാശാലയുണ്ട്. ബാംബു എന്നാണ് ഈ മുളയെ സാധാരണ രീതിയിൽ ഇംഗ്ലീഷിൽ ബാംബു എന്നാണ് പറയുന്നത്. ബാംബു കോർപ്പറേഷൻ എന്ന കോർപ്പറേഷൻ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കെയർ ഓഫിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അതിനുണ്ട്. ഈ മുളയെക്കുറിച്ചും മുളയുടെ പഠനത്തെക്കുറിച്ചും അതിൻ്റെ കൃഷിയെക്കുറിച്ചും നമ്മുടെ കർഷകർക്ക് പകർന്നു നൽകാൻ വേണ്ടി ഗവൺമെൻറ്റിൻ്റെ ഒരു കെയർ ഓഫിലുള്ള സർവകലാശാലയാണ് ബാംബു സർവകലാശാല. നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ വീട്ടിലൊക്കെ വളർത്തു വരുന്ന ഒരു മുളയാണ് മഞ്ഞമുള. ഈ മഞ്ഞമുള നമുക്ക് എങ്ങനെയാണ് തൈ ഉണ്ടാക്കാം എന്ന് നോക്കാം. സാധാരണ രീതിയിൽ മുള കംപ്ലീറ്റ് തൈ ഉണ്ടാക്കുന്നത് അതിൻ്റെ എയർ ലെയറിങ് ഉപയോഗിച്ചിട്ടാണ്. എന്താണ് എയർ ലെയറിങ്? ചാണകമോ അല്ലെങ്കിൽ കുറച്ച് ചാണകം അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ചകിരിച്ചോറ്, കുറച്ച് മണൽ ഉപയോഗിച്ച് നമ്മുടെ മുളയുടെ ഇങ്ങനെ നിൽക്കുന്ന മുളയുടെ ഈ ഭാഗത്തിൽ എയർ ലെയറിങ് ചെയ്യുക. എയർ ലെയറിങ് ചെയ്യുന്ന വിധം കുറച്ചും ചാണകം അതുപോലെ തന്നെ ചകിരിച്ചോറ്, മണൽ ഉപയോഗിച്ച് കുഴച്ചിട്ട് ഇവിടെ കെട്ടുക. ഇവിടെ കെട്ടിക്കഴിഞ്ഞാൽ അതിന് വേര് വരും. വേര് വന്നു കഴിഞ്ഞാൽ അത് കട്ട് ചെയ്തിട്ട് വേറെ സ്ഥലത്തേക്ക് കുഴിച്ചിടുക. ഇത് മഴക്കാലത്താണ് ചെയ്യേണ്ടത് എയർ ലൈൻ. വേനൽക്കാലത്ത് എയർ ലെയറിങ് ചെയ്യരുത്. ഇത് അല്ലാതെ നമുക്കെങ്ങനെ ഇതിനെ തൈ ഉണ്ടാക്കാമെന്ന ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങളോട് കാണാൻ പോകുന്നത്. ഇതുപോലെ കമ്പ് വെട്ടുക. കമ്പ് വെട്ടിയതിന് ശേഷം വെറുതെ മണ്ണിലേക്ക് ഇടുക. മണ്ണിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞാൽ ഇതുപോലെ വേര് വരും. ഈ വേര് നിങ്ങൾക്ക് എവിടെയാണ് കുഴിച്ചിടേണ്ടത് ആ സ്ഥലത്ത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതുണ്ടാകും. ഇതാണ് ഇതിൻ്റെ വേരുകൾ. ഇത് മഞ്ഞ മുളയാണ്, പക്ഷേ ഇത് വിപണന സാധ്യതയില്ല. ഇതാ നമ്മൾ ധാരാളമായി കുഴിച്ചിടുന്നുണ്ട്. ഇത് വിപണന സാധ്യത ഇല്ലാത്തതിന് കാരണം ഇതിന് ഉറപ്പില്ല, തീരെ ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ ഇതിന് വിപണന സാധ്യതയില്ല. അല്ലാത്ത വിപണന സാധ്യതയുള്ള മുളകൾ നിങ്ങൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 വർഷം കൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ വരുമാനം എടുക്കാം. സാധാരണ രീതിയിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആദായകരമുള്ള കൃഷി, ഒരു മുതൽ മുടക്കമില്ലാത്തൊരു കൃഷി പിന്നെ മുളക്കൃഷിയാണ്. ഈ മുളക്കൃഷി നിങ്ങൾ കുഴിച്ചിടേണ്ടത് ഒരു 10 അടി നീളം വീതി അകലത്തിൽ ഒരു കുഴി ഒഴിക്കുക. ഒരു കോലിൻ്റെ ഒരു കുഴി കുഴിച്ചിട്ട് അതിലേക്ക് ചാണകം ഇട്ട് മൂടിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ മുളത്തൈ കുഴിച്ചിടുക. 2 വർഷം നിർബന്ധമായി നിങ്ങൾ നനയ്ക്കേണ്ടതാണ്. പിന്നെ 3-ാമത്തെ വർഷം നിങ്ങൾക്ക് ഒരു പരിപാലനം വേണ്ട. നിങ്ങൾക്ക് 4-ാം വർഷം കൊണ്ട് നിങ്ങൾ മുള വെട്ടാം. ഈ മുള വെട്ടിയ സ്ഥലത്ത് തന്നെ വീണ്ടും വെട്ടാം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഏറ്റവും ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കാൻ പറ്റിയ ഒരു ഏക മാർഗം മുളക്കൃഷിയാണ്. അത് പല സ്ഥലത്തും നടത്തി വരുന്നുണ്ട്. അത് വിപണന സാധ്യതയുള്ള മുള മാത്രമേ നിങ്ങൾ കൃഷി ചെയ്യാൻ പാടുകയുള്ളൂ. അത് നിങ്ങൾക്ക് ബാംബു കോർപ്പറേഷനിൽ പോയി ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ തൈകളും അതുപോലെ തന്നെ അതിൻ്റെ അറിവുകളും നിങ്ങൾക്ക് കിട്ടും. അതിനനുസരിച്ച് വിപണന സാധ്യതയുള്ള മുള നിങ്ങൾ മാത്രമേ കൃഷി ചെയ്യാൻ പാടുകയുള്ളൂ, അല്ലാതെ കൃഷി ചെയ്യരുത്. അതുപോലെ തന്നെ ഈ മുള നമുക്ക് പല വിധത്തിൽ ഉപയോഗിക്കാം. അത് നമ്മുടെ അലങ്കാര വസ്തുവായി ഉപയോഗിക്കാം, കസാലയായി ഉപയോഗിക്കാം, ഫർണിച്ചറായി ഉപയോഗിക്കാം. പ്രധാനമായും പേപ്പർ പൾപ്പിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് ധാരാളമായി അതിന് ഉപയോഗിച്ചു വരുന്നു. ഏറ്റവും കൂടുതൽ ബലമുള്ള ഒരു മാർഗം നമ്മുടെ കോൺക്രീറ്റ് തൂണിനൊക്കെ ബലം ഈ മുള കൊണ്ട് കുത്തു കൊടുക്കാം. അതിൻ്റെ കാരണം ഇതിൻ്റെ ഏത് വലിയ ഭാരമുള്ള സാധനവും ഈ മുള കുത്തനെ വെച്ച് കഴിഞ്ഞാൽ ഈ മുള താങ്ങും. പക്ഷേ ഇങ്ങനെ കമത്തി വെച്ച് കഴിഞ്ഞാൽ മുള താങ്ങില്ല, പൊട്ടും. കാരണം ഇതിൻ്റെ ഉള്ളിൽ മുഴുവൻ എയറാണ്. ഈ എയറിൻ്റെ ശക്തി കൊണ്ടാണ് മുള കുത്തനെ നിൽക്കുന്നത്. എത്ര വലിയ ഭാരമുള്ള വസ്തുവും മുള താങ്ങി നിൽക്കും. അതുകൊണ്ടാണ് വാർപ്പിനൊക്കെ ഈ മുള ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് കാലാകാലത്തും മുളക്ക് വളരെയധികം ഡിമാൻഡാണ്. വീട് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഒരു 12 അടി മുളയ്ക്ക് 300 രൂപയാണ് വില. ഏറ്റവും കൂടുതൽ വിപണന സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ മുളകൃഷി ചെയ്യുക.
പല ഉപയോഗങ്ങളും മുളയോടുണ്ട്. അതുകൊണ്ട് പിന്നെ മുള്ളില്ലാത്ത മുളയുണ്ട്. ആ മുള നിങ്ങൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം ആ മുള നിങ്ങൾക്ക് വിളവെടുക്കുന്ന സമയത്ത് മുള്ള് കുത്തുകയില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പലതരം മുളകളുണ്ട്. അതുകൊണ്ട് പിന്നെ നിങ്ങൾ മുള കൃഷി ചെയ്യുക. മുള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, മുളയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, മുളയുടെ തളിർത്ത് വരുന്ന ആ കാമ്പ്, പുതു കാമ്പ്, മുള തളിർത്ത് വരുന്ന കാമ്പ് ഭക്ഷ്യയോഗ്യമാണ്. പല സ്ഥലത്തും അത് ഭക്ഷിക്കുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ മണ്ണിടിച്ചിൽ തടയുന്ന ഒരു വസ്തുവാണ് മുള. എവിടെയെങ്കിലും മണ്ണിടിയുന്ന സ്ഥലം ഉണ്ടെങ്കിൽ, മലഞ്ചെരിവ് ആണെങ്കിൽ മണ്ണിടിയും സാധ്യത ഉണ്ടെങ്കിൽ ആ മുള കൃഷി ചെയ്ത് കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആയി മണ്ണിടിയാതെ നിലനിർത്തുന്നു. കാരണം മുളയുടെ വേര് അത്രക്കും സ്ട്രോങ് ആണ്. മഴ പെയ്യുന്ന സമയത്ത് മുളയിന്മേൽ മഴ ഉറ്റുറ്റായി വീഴുന്നു. പെട്ടെന്ന് ഭൂമിയിൽ പതിക്കാതെ മെല്ലെ വളരെ മെല്ലെയാണ് ഭൂമിയിലേക്ക് പതിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് മണ്ണ് ഇടിയുന്നേ ഇല്ല. അത്രക്കും സ്ട്രോങ് ആണ് ഈ മുള എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ പുഴ സൈഡിലും മറ്റു മലഞ്ചെരുവിലും മുള കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അവിടെ മണ്ണ് ഇടിയുന്നതേ ഇല്ല. കാരണം അത്രക്കും സ്ട്രോങ് ആണ് മുളയുടെ വേരുകൾ. മുളയുടെ അരി നമുക്ക് ഭക്ഷ്യയോഗ്യമാണ്. അത് പായസം ഉണ്ടാക്കി കഴിക്കുന്നു. വളരെയധികം മനുഷ്യശരീരത്തിന് ഗുണം ചെയ്യുന്ന, ഊർജ്ജം നൽകുന്ന ഒരു സംഗതിയാണ് മുള അരി. ഈ മുള പൂത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ പൂത്ത മുള ഉടനെ തന്നെ അത് നശിച്ചു പോകുന്നതാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഏത് സമയത്താണ് മുള പൂക്കുന്നത്, ആ പൂത്ത് കഴിഞ്ഞാൽ മുള നശിച്ചു പോകും. പല സ്ഥലത്തും ഈ ആനശല്യത്തിന് മുള കൃഷി ചെയ്യുന്നു. എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ഥലത്തിൻ്റെ ബൗണ്ടറി കണക്കാക്കി ബൗണ്ടറിയിലൂടെ മുളകൃഷി ചെയ്യുന്നു. അടുപ്പിച്ച് മുളകൃഷി ചെയ്യുന്നു. മുളകൃഷി മുള വളർന്നു വരുമ്പോൾ അതൊരു മതിൽ പോലെയാകുന്നു. അതുകൊണ്ട് ഒരിക്കലും അപ്പുറത്തുള്ള ആന ഇപ്പുറത്തേക്ക് വരുന്നില്ല. കാരണം അതുമേ നല്ല മുള്ളുണ്ട്. മുള്ളുള്ള മുള മാത്രമേ നിങ്ങൾ കുച്ചിടാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ അലങ്കാര മുളകളിൽ പ്രധാനപ്പെട്ടതാണ് ഗോൾഡൻ ബാമ്പു. അത് നല്ല വിലയുണ്ട്, നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ മുളകൃഷി ചെയ്യുന്ന സമയത്ത് വളരെ വിപണന സാധ്യതയുള്ള മുള മാത്രമേ കുച്ചിടാൻ പാടുകയുള്ളൂ. അതുകൊണ്ട് ഈ മുളകൃഷി നിങ്ങൾ ചെയ്യൂ. നിങ്ങൾക്ക് വളരെ തരിശായി കിടക്കുന്ന സ്ഥലത്ത് മുളകൃഷി ചെയ്താൽ വളരെയധികം പണം സമ്പാദിക്കാം. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ പണം സമ്പാദിക്കാം എന്നതാണ് ഈ മുളകൃഷി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ മുളകൃഷിയിലേക്ക് വരിക. ഒരുപാട് അറിവുകൾ ഈ മുളകൃഷിയെ കുറിച്ചുണ്ട്. അതുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. അതുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ആക്കുകയാണ്. എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് നിങ്ങൾ ഈ അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, താങ്ക് യു.